പുടിന്റെ ഡ്രോൺ സേന ഇതുവരെ റെസ്റ്റ് എടുത്തിട്ടില്ല എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസവും ഏകദേശം 30-ൽ പരം ഡ്രോൺസ് ഉക്രൈൻ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇത് റഷ്യ തന്നെയാണ് പുറത്തുവിട്ടത്. യെസ്, ഞങ്ങൾ വളരെ വലിയ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കാരണം ഉക്രൈനാണെന്ന് ലോകരാജ്യങ്ങൾക്കെല്ലാം അറിയാം. ഉക്രൈന്റെ പ്ലാൻ ബി എന്താണെന്ന് ഉക്രൈനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. എന്തായാലും റഷ്യക്ക് പ്ലാൻ ബി എന്നൊന്നില്ല. ഇത് പുടിൻ അറിഞ്ഞ ഉടൻ തന്നെ ഉക്രൈനും പറഞ്ഞു ഉക്രൈനും പ്ലാൻ ബി ഇല്ല എന്ന്. എന്താണ് ഈ പ്ലാൻ ബി? ഇനി മറ്റെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? റഷ്യ ഉക്രൈൻ യുദ്ധത്തിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെൻട്രൽ യുക്രൈനിലും റഷ്യ വളരെ വലിയ ആക്രമണം നടത്താൻ ആരംഭിച്ചിരിക്കുകയാണ്. സെൻട്രൽ യുക്രൈനിൽ മാത്രമല്ല, ആദ്വിക ഭാഗത്തും റഷ്യയുടെ ഫ്രണ്ട് ലൈൻ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഫ്രണ്ട് ലൈൻ മുന്നേറുന്നതാണ് ഉക്രൈനെ സംബന്ധിച്ച് വളരെ വലിയൊരു പ്രശ്നം. വിന്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് ലൈനിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന വിശ്വാസത്തോടെയാണ് ഉക്രൈൻ അവരുടെ കൗണ്ടർ ഒഫൻസീവിന് തയ്യാറായിക്കൊണ്ടിരുന്നത്. അല്ലാതെ റഷ്യയുടെ ഫ്രണ്ട് ലൈനെ തകർക്കണമെന്നോ അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യണമെന്നോ ഉക്രൈൻ വിചാരിച്ചിട്ടില്ല. റഷ്യ ആണെങ്കിൽ അവരുടെ മിസൈലുകൾ വെച്ച് ചില സമയത്ത് കിൻസാൽ ആയിക്കോട്ടെ, ഡ്രോൺസ് ആയിക്കോട്ടെ, ഇങ്ങനെ പലതരത്തിലുള്ള അവരുടെ ആയുധം വെച്ച് ഉക്രൈന്റെ ശ്രദ്ധ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് റഷ്യയുടെ ഫ്രണ്ട് ലൈൻ മുന്നേറുന്നുമുണ്ട്. സോ ഇത്തവണ ഉക്രൈൻ കൗണ്ടർ ഒഫൻസീവിന് വേണ്ടി വലിയ അളവിൽ തയ്യാറാകേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ തവണ 8 മാസം പ്രയത്നിച്ചിട്ടാണ് ചെറിയ രീതിയിലെങ്കിലും ഒരു വിജയം കിട്ടിയത്. പക്ഷേ ഇത്തവണ അധികമായ കഷ്ടപ്പാടുണ്ടെന്നും ഇനിയും സമയം കൂടുതൽ ആവശ്യം വരുമെന്നും നിരവധി എക്സ്പെർട്സ് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ ആരംഭിച്ചിരിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? കഴിഞ്ഞ തവണ ഉക്രൈനെ സഹായിക്കാൻ നിരവധി രാജ്യങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ റഷ്യ ഉക്രൈൻ യുദ്ധം മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സീൻ അതല്ല. എൻറ്റയർ സീൻ തന്നെ മാറി. എടുത്തു പറയുകയാണെങ്കിൽ സീൻ കോൺട്രയായി എന്ന് പറയാം. മാത്രമല്ല, ഇപ്പോഴുള്ള പ്രശ്നം ഇസ്രയേൽ ഹമാസ് ആണ്, അല്ലാതെ റഷ്യ ഉക്രൈൻ അല്ല എന്ന് നിരവധി പേർ ചർച്ച ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ നിരവധി റാലിയുണ്ട്. അതിൽ 92% പ്രോ ഫലസ്തീൻ ആണെന്ന് പറയുന്നു. ഇസ്രയേലിനെതിരെ ഉടൻ ഹമാസ് ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കണം, ഫലസ്തീൻ ജനങ്ങളെ രക്ഷപ്പെടുത്തണം, ഐക്യരാഷ്ട്രസഭ എത്രയും പെട്ടെന്ന് ഇതിൽ ഇടപെടണം. ഈ രീതിയിലാണ് റാലി നടക്കുന്നത്. അങ്ങനെ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയെല്ലാം ഇസ്രയേൽ ഹമാസിൽ ഇരിക്കുമ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈൻ ആവശ്യമായ സഹായങ്ങൾ കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നതും നിഷേധിക്കാൻ പറ്റില്ല. സോ ഇത്രത്തോളം ഉക്രൈൻ ആവശ്യമായ സഹായങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എത്രത്തോളം കൗണ്ടർ ഒഫൻസീവിൽ വിജയിക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം കൗണ്ടർ ഒഫൻസീവിന് തയ്യാറാകാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഓക്കെ, അപ്പോൾ റഷ്യ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഉക്രൈനെ മുഴുവനായും ആക്രമിച്ച് റഷ്യക്ക് വിജയിക്കാമല്ലോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം. അങ്ങനെ മുന്നും പിന്നും നോക്കാതെ ആക്രമിക്കണമെങ്കിൽ റഷ്യക്ക് അത് നേരത്തെ ആകാമായിരുന്നു. റഷ്യയുടെ ഉദ്ദേശം അതല്ല. റഷ്യയെ സംബന്ധിച്ചോളം ഈ യുദ്ധത്തിൽ ഇനിയും നിരവധി രാജ്യങ്ങൾ പങ്കാളികളാകണം. ഇതൊരു കോംപ്ലക്സ് ആയി മാറണം. അതിനുശേഷം സ്വന്തം രാജ്യത്തിന്റെ നാശം അതത് രാജ്യം തന്നെ അന്വേഷിച്ചോളുമെന്ന് ചിലപ്പോൾ പുടിൻ വിചാരിച്ചിട്ടുണ്ടാകുമോ എന്തോ. ചിലപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുമെന്ന് പുടിൻ നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടാകും. എപ്പോൾ വേണമെങ്കിലും ഈ ഒരു പ്രശ്നം ഒരു സ്ഫോടനമായി മാറാം. കഴിഞ്ഞ ദിവസം ഇറാനിൽ നടന്ന ഇരട്ട ബോംബ് സ്ഫോടനം ആർക്ക് പ്രശ്നമാവുമോ ഇല്ലയോ, ഇറാനും ഇസ്രയേലിനും ഒരു തലവേദനയായി മാറും. ഇറാൻ പറയും ഇത് ചെയ്തത് ഇസ്രയേലാണെന്ന്, ഇസ്രയേൽ പറയും ഞങ്ങൾ അത് ചെയ്തിട്ടില്ല. അത് വീണ്ടും ഇറാൻ എതിർക്കും. അപ്പോൾ അമേരിക്ക കളത്തിലിറങ്ങും. അമേരിക്ക പറയും ഇത് ചെയ്തത് തീവ്രവാദികളാണ്, അല്ലാതെ ഇസ്രയേൽ അല്ല എന്ന് പറയും. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ വരും. ഈ പ്രശ്നങ്ങളെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഹമാസ് ഇസ്രയേലിനെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ റഷ്യ സ്റ്റാഗ്നന്റ് ആയി നിന്ന് അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരി, റഷ്യക്ക് പ്ലാൻ ബി ഇല്ല എന്ന് പറഞ്ഞു, ഉക്രൈനും പ്ലാൻ ബി ഇല്ല എന്ന് പറഞ്ഞു. ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്ന പ്ലാൻ ബി ഇല്ല. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യമായ സമാധാന ചർച്ച എന്ന ഒരു പ്ലാൻ ബി ഇല്ല. ഈ ഒരു പ്രശ്നം വിട്ടിട്ട് മറ്റൊരു പ്രശ്നത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന പ്ലാൻ ബി ഇല്ല. ഉക്രൈനും പ്ലാൻ ബി ഇല്ല. ഇനി അഥവാ റഷ്യ പ്ലാൻ ബി എടുത്തു കഴിഞ്ഞാൽ റഷ്യൻസിന് സന്തോഷമാണ്. കാരണം യുദ്ധം അവസാനിപ്പിക്കാം. ഇപ്പോൾ കിട്ടിയ 4 റീജിയൻസ് മാത്രം മതി എന്ന് പറയുകയാണെങ്കിൽ റഷ്യൻസ് വളരെയധികം സന്തോഷിക്കും. പക്ഷേ സെലൻസ്കിയെ സംബന്ധിച്ച്, ഉക്രൈനെ സംബന്ധിച്ച് പ്ലാൻ ബി എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അതായത് ഈ യുദ്ധം അവസാനിപ്പിക്കാം, എന്തായാലും പരാജയപ്പെട്ടു എന്ന ഒരു സ്റ്റാൻഡിൽ പ്ലാൻ ബി ഉക്രൈൻ എടുത്തു കഴിഞ്ഞാൽ സെലൻസ്കി പിന്നീട് ആ സ്ഥാനത്തുണ്ടാവുമോ? അവിടെയുള്ള ജനങ്ങൾക്ക് എത്രത്തോളം ദേഷ്യം വരും? ഉക്രൈനിലെ പ്രതിപക്ഷ നേതാക്കൾ സെലൻസ്കിക്കെതിരെ വളരെ വലിയ ചോദ്യം ഉയർത്തില്ലേ? ഒരു സൈനിക അട്ടിമറി ഉണ്ടാവുമോ ഇല്ലയോ? മറ്റ് രാജ്യങ്ങൾ ഉക്രൈനെ വെറുക്കുമോ ഇല്ലയോ? ഇങ്ങനെ പല ചോദ്യങ്ങൾ വരും.
അതുകൊണ്ട് തന്നെ റഷ്യ പ്ലാൻ ബി സ്വീകരിച്ചാലും ഉക്രൈൻ പ്ലാൻ ബി എടുക്കാൻ ഒരു സാധ്യതയുമില്ല. ഉക്രൈനിലെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾക്കും പ്ലാൻ ബി ഇല്ല, റഷ്യ തയ്യാറായിരിക്കുന്നത് പോലെ നേരിടാൻ ഞങ്ങളും തയ്യാറായിട്ടാണ് ഉള്ളത് എന്ന്. യൂറോപ്പ് യൂണിയൻ, UK പോലെയുള്ള പല രാജ്യങ്ങൾ ഉക്രൈനെ സഹായിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാലും എത്രത്തോളം സഹായിക്കാൻ പറ്റും? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരുന്ന വാർത്ത ശ്രദ്ധിച്ചവർക്കറിയാം. ജർമ്മനിയെ കുറിച്ചുള്ള യാതൊരു വാർത്തയും വരുന്നില്ല. കാരണം ജർമ്മനി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ജർമ്മനി അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറഞ്ഞാലും അവരുടെ ബഡ്ജറ്റ് ക്രൈസിസ് കാരണം ജർമ്മനിക്ക് ചലിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ജർമ്മനി മാത്രമല്ല, മറ്റു പല രാജ്യങ്ങൾ, ഉക്രൈനെ സഹായിച്ച പല രാജ്യങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഉദാഹരണത്തിന് പോളണ്ടിനെ എടുത്തു നോക്കാം. പോളണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉക്രൈന് ആവശ്യമായ ലോങ് റേഞ്ച് വെപ്പൺസ് കൊടുക്കൂ, എന്നാൽ മാത്രമേ ഉക്രൈനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന്. ഇതേ പോളണ്ടും ഉക്രൈനും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. പോളണ്ടിൽ നിരവധി കർഷക സമരം നടന്നു. പോളണ്ടിൽ നിരവധി ട്രക്ക് ഡ്രൈവേഴ്സ് സമരം ചെയ്തു. ഈ സമരമൊക്കെ അവസാനിച്ചതിന് ശേഷം വീണ്ടും പോളണ്ടും ഉക്രൈനും തമ്മിൽ സുഹൃത്തുക്കളാണ്, യാതൊരു പ്രശ്നവും ഇല്ല എന്ന ഒരു അറിയിപ്പ് പുറത്തുവിട്ട ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വീണ്ടും പോളണ്ടിൽ കർഷക സമരം തുടങ്ങി. ഈ വാർത്തയൊന്നും പാശ്ചാത്യ മാധ്യമങ്ങളിൽ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് വരില്ല. വീണ്ടും പോളണ്ട് ഉക്രൈൻ ബോർഡർ ക്ലോസ് ചെയ്യാൻ കർഷകർ ഒരുങ്ങിയിരിക്കുകയാണ്. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കർഷകർ കൊടുത്ത അഭ്യർത്ഥനയൊന്നും തന്നെ പോളണ്ട് ഭരണകൂടം സ്വീകരിച്ചിട്ടില്ല. പോളണ്ട് ഭരണകൂടം കർഷകർക്കെതിരായ പദ്ധതിയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഉക്രൈന് ആവശ്യമായ സഹായങ്ങൾ വീണ്ടും ചെയ്യാൻ പോളണ്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഞങ്ങളുടെ കാർഷികോൽപ്പന്നത്തിന്റെ വില കുറയുന്നു, ഞങ്ങളുടെ വരുമാനം കുറയുന്നു എന്ന് പറഞ്ഞാണ് കർഷകർ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇനി കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ ട്രക്ക് ഡ്രൈവേഴ്സും ഇതേ സമരത്തിൽ വീണ്ടും ഇറങ്ങും. കുറച്ച് കാത്തിരുന്ന് തന്നെ കാണാം എന്താണ് സംഭവിക്കുന്നത് എന്ന്. ഇതൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാറ്റോ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഉക്രൈൻ കൗൺസിൽ ചേരാൻ പോകുന്നു. ഉക്രൈൻ കൗൺസിൽ മീറ്റിംഗ്. നാറ്റോ രാജ്യങ്ങളിലെ പ്രധാന നേതാക്കൾ, ഉക്രൈനിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇതുവരെ ഉക്രൈൻ എന്ത് ചെയ്തു, ഇതുവരെ റഷ്യക്ക് എന്ത് നഷ്ടം ഉണ്ടാക്കാൻ പറ്റി, ഇനിയും റഷ്യയെ എങ്ങനെ നേരിടാം, ഇനിയും എന്തൊക്കെ നഷ്ടങ്ങൾ റഷ്യക്ക് ചെയ്യാൻ പറ്റുമെന്ന രീതിയിലൊക്കെ ചർച്ച ചെയ്യാൻ പോകുന്നു. ആ ഒരു ചർച്ച നടക്കുന്നത് ജനുവരി മാസം 10-ാം തീയതി. ഇനിയും വെറും 5 ദിവസത്തിനുള്ളിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉക്രൈൻ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഉക്രൈൻ എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് തള്ളിവിടപ്പെടും. നോർവേ ഉക്രൈൻ ആവശ്യമായ ഡയറക്റ്റ് വെപ്പൺ സെയിലിൽ ഏർപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ 2 F-16 ഡെൻമാർക്കിലേക്ക് അയച്ചിരിക്കുന്നു. ഉക്രൈൻ ആവശ്യമായ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയുള്ള F-16 ആണ് അയച്ചിരിക്കുന്നത്. F-16 ഡെൻമാർക്കിൽ എത്തിയ ഉടൻ തന്നെ സെലൻസ്കി നോർവേക്ക് നന്ദി അറിയിച്ചിരിക്കുന്നു. കാരണം ഡയറക്റ്റ് വെപ്പൺ സെയിൽ നിരവധി രാജ്യങ്ങൾ നിർത്തിക്കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും ചെയ്യുന്നത് നോർവേ മാത്രമാണ്. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആർട്ടിക് റീജിയണിൽ തന്നെ നാറ്റോ രാജ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട രാജ്യം നോർവേയാണ്. സോ റഷ്യയുടെ ശ്രദ്ധ എപ്പോൾ വേണമെങ്കിലും നോർവേയിലേക്ക് വരാം. അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് നോർവേ എത്രത്തോളം റിസ്ക് എടുക്കുന്നോ അതേപോലെ തന്നെ നോർവേക്ക് ഒരു പ്രശ്നം വരുമ്പോൾ മറ്റു രാജ്യങ്ങളെല്ലാം റിസ്ക് എടുക്കും. ഡയറക്റ്റായി റഷ്യ പോയി നോർവേയിൽ ഒരു ആക്രമണം നടത്തുമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ റഷ്യയും നോർവേയും തമ്മിൽ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സോ നോർവേ റഷ്യയെ തീവ്രമായി എതിർത്തേ പറ്റൂ. ജപ്പാനെ കുറിച്ചും അധികമാരും സംസാരിക്കുന്നില്ല. അതിന്റെ പ്രധാന കാരണം തന്നെ ജപ്പാനിലും ഇന്റേണലായി നിരവധി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ജപ്പാനിലെ അധികമുള്ള മിസൈൽസ്, പാട്രിയോട്ട് മിസൈലുകളൊക്കെ അമേരിക്കയ്ക്ക് കൊടുക്കാൻ പോകുന്നു എന്ന്, റീസപ്ലൈ ചെയ്യാൻ പോകുന്നു എന്ന ഒരു അറിയിപ്പ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ പ്രധാന കാരണം അമേരിക്ക ചോദിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളോടും, നിങ്ങളുടെ പക്കലുള്ള ഈ എക്സ്ട്രാ ആയുധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ച് അമേരിക്കയ്ക്ക് തന്നെ തരൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ജോ ബൈഡൻ 2024 ഇലക്ഷൻ അതിന്റെ റിസൾട്ട് വരുന്നത് വരെ ഉക്രൈന്റെ കൈ താഴ്ന്നുകൊണ്ടേയിരിക്കും. അതേപോലെ റഷ്യയുടെ കൈ കുറച്ചായി ഉയർന്നുകൊണ്ടേയിരിക്കും. ഇതിനു മധ്യേ അമേരിക്കയ്ക്ക് ചുറ്റുമായി നിരവധി പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അടുത്തത് IAEA സംഘടന പറഞ്ഞ ഒരു കാര്യം, സാപ്രീസിയ ന്യൂക്ലിയർ പവർ പ്ലാന്റ് പകുതി ഉക്രൈന്റെ കൺട്രോളിലും പകുതി റഷ്യയുടെ കൺട്രോളിലുമാണ്. IAEA മേധാവികൾ പറഞ്ഞിരിക്കുന്നു, ഉക്രൈൻ കൺട്രോളിലിരിക്കുന്ന സാപ്രീസിയ പവർ പ്ലാന്റിൽ ഞങ്ങൾക്ക് അനുവാദമുണ്ട്, കാര്യങ്ങളൊക്കെ പോയി ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ റഷ്യൻ കൺട്രോളിലിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് പോകാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഞങ്ങൾക്ക് അനുവാദം കിട്ടുന്നില്ല. ഇതിന് റഷ്യ പറയുന്ന മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, അനുമതി കൊടുക്കാത്തതല്ല കാര്യം, അവർ ചോദിക്കുന്ന സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് കൈമാറാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് ഞങ്ങൾ തള്ളിവിടപ്പെട്ടിരിക്കുകയാണെന്നും പറഞ്ഞ് ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്തു. എക്സ്ചേഞ്ച് ഓഫ് പ്രിസണർ ഓഫ് വാർ എന്നത് ഇപ്പോഴും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. 200 പേർ റഷ്യയുടെ ഭാഗത്തും 180 പേർ ഉക്രൈന്റെ ഭാഗത്തും സ്വാപ്പ് ചെയ്തിട്ടുണ്ട്. ഇവർക്കായി പ്രത്യേക വിമാനം അറേഞ്ച് ചെയ്തിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഏകദേശം 1000 മൈൽ ദൂരെ വെച്ച് തന്നെ റഷ്യയുടെ ഒരു വിമാനത്തെ ഞങ്ങൾ തകർത്തു എന്ന ഒരു വിവരം ഉക്രൈൻ വീഡിയോ ആയി പുറത്തുവിട്ടിരിക്കുന്നു. ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നത് റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള വിവരം കിട്ടിയാൽ മാത്രമേ
നമുക്ക് കൺഫേം ആയി പറയാൻ പറ്റുകയുള്ളൂ. അവസാനത്തെ അപ്ഡേറ്റ്, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽസ് റഷ്യ വാങ്ങാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ഡ്രോൺസ് റഷ്യയിൽ എത്തിയത് തന്നെ ഉക്രൈൻ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാലിസ്റ്റിക് മിസൈൽ കൂടി റഷ്യയിൽ എത്തിക്കഴിഞ്ഞാൽ ഉക്രൈന്റെ അവസ്ഥ ഇനിയും പരിതാപകരമാണ്. നോക്കാം ഈ ഡീൽ എങ്ങനെയൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന്. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.